രാമായണം എന്നാൽ രാമന്റെ അയനം, അതായത് രാമന്റെ യാത്ര. മഹർഷി വാൽമീകി എഴുതിയ ഈ ഒരു ഇതിഹാസം ഒരു സത്യമാണോ അതോ ഇതൊരു ചരിത്രം മാത്രമാണോ അല്ലെങ്കിൽ അതൊരു മിഥ്യയാണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഇന്നും നിലവിലുണ്ട്. ധർമ്മത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും കഥയാണ് രാമായണം. ഒരു രാജകുമാരന്റെ ജീവിതത്തിലൂടെ മാനുഷിക മൂല്യങ്ങളെ കുറിച്ചുള്ള വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന രാമായണം അതൊരു സത്യമാണെങ്കിലും ചരിത്രമാണെങ്കിലും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു കൃതി തന്നെയാണ്. പിതാവിന്റെ വാക്ക് പാലിച്ചുകൊണ്ട് വനവാസത്തിന് പോകുന്ന സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായ അയോധ്യയിലെ രാജകുമാരൻ രാമനാണ് ഈ കഥയിലെ നായകൻ. എല്ലാ പ്രതിസന്ധികളിലും രാമന് താങ്ങും തണലുമായിരുന്ന സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു പ്രതീകമെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സീത, രാമന്റെ ഭാര്യ, എന്നും രാമന്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന സഹോദര സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഉദാഹരണമായ രാമന്റെ അനുജൻ ലക്ഷ്മണൻ, തികഞ്ഞ രാമഭക്തനും ശക്തിശാലിയും വാനര സേനയുടെ നായകനുമായ ഹനുമാൻ. ഭക്തിയുടെയും അസാമാന്യ ധൈര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് രാമായണം ഹനുമാനെ വിലയിരുത്തുന്നത്. ലങ്കയിലെ ശക്തനായ രാജാവ്, ദുരഭിമാനവും അഹങ്കാരവും കൊണ്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുന്ന രാവണൻ, തിന്മയുടെ പ്രതീകമായിട്ടാണ് രാവണനെ രാമായണം വിലയിരുത്തുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. രാമായണം എന്ന ഇതിഹാസം വീണ്ടും സിനിമയാകാൻ പോകുന്നു. ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ ബാനറിൽ 2026-ലും 2027-ലുമായി 2 ഭാഗങ്ങളായാണ് സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത്. രൺബീർ കപൂർ, യാഷ്, സണ്ണി ഡിയോൾ, സായ് പല്ലവി, രവി ഡൂബെ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. രാമായണത്തിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി ഇതിനു മുൻപും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. മണിരത്നം സംവിധാനം ചെയ്ത രാവൺ, ഓം റൌത്തിന്റെ ആദിപുരുഷ്, രാജമൗലിയുടെ RRR, അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് രാമായണത്തിലെ ചെറുതും വലുതുമായ റെഫറൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയ ക്യാൻവാസിൽ വന്ന് എല്ലാവരെയും നിരാശപ്പെടുത്തിയ ആദിപുരുഷ് അടക്കമുള്ള മിക്ക പടങ്ങൾക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആ കഥയോടോ ആ കഥയുടെ സൗന്ദര്യത്തോടോ നീതി പുലർത്താൻ ആർക്കും സാധിച്ചില്ല എന്നതാണ് സത്യം. അതിന്റെ പ്രധാന കാരണമായി എനിക്ക് തോന്നുന്നത് റൈറ്റിംഗിലെ വ്യക്തതയില്ലായ്മയും പണിയറിയാത്ത ഹോളിവുഡ് സിനിമകളെ അതേപടി കോപ്പിയടിക്കാൻ ശ്രമിക്കുന്ന സംവിധായകരും സിനിമയുടെ VFX അടക്കമുള്ള ടെക്നിക്കൽ സൈഡ് മോശമായതും മിസ്കാസ്റ്റും അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ സിനിമകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു പുതിയ രാമായണത്തിന്റെ അപ്ഡേറ്റ് നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നത്. നിതേഷ് തിവാരി എന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ആമിർ ഖാന്റെ ദംഗലും സുശാന്ത് സിംഗ് രജപുത്തിന്റെ ചിച്ചോറെ എന്ന സിനിമകളും കണ്ടാൽ മതി. ഒപ്പം ക്രിസ്റ്റഫർ നോളന്റെ ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ഡാർക്ക് നൈറ്റ് സീരീസ്, ഡ്യൂൺ സീരീസ്, ബ്ലേഡ് റണ്ണർ അടക്കമുള്ള സിനിമകൾക്ക് VFX ചെയ്ത 8 ഓസ്കർ അവാർഡ്സ് നേടിയ ഡീനക് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ VFX കമ്പനിയാണ് രാമായണത്തിന്റെ VFX വർക്കുകളൊക്കെ ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തായിരിക്കും വരാൻ പോകുന്ന സിനിമയുടെ ഒരു റേഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച 5 മ്യൂസിക് കമ്പോസേഴ്സിൽ ഒരാളെന്ന് വിളിക്കാവുന്ന 2 ഓസ്കർ അവാർഡ്സ് വാങ്ങിയിട്ടുള്ള ഡാർക്ക് നൈറ്റ് സീരീസ്, ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ എന്നീ വേൾഡ് ക്ലാസ് സിനിമകളുടെ സംഗീത സംവിധായകനായ ഹാൻസ് സിമ്മറും നമ്മുടെ സ്വന്തം AR റഹ്മാനും ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജാക്ക്പോട്ട് സംഭവം തന്നെയാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത, അർഹിക്കുന്ന ഒരു പെർഫെക്റ്റ് സിനിമാറ്റിക് വേർഷൻ രാമായണത്തിന് ലഭിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. രാമായണം ഭാരതീയ സംസ്കാരത്തിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം.